നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. എന്താണ് ഗൈഡൻസ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. അതിൽ പറയുന്നത് ബി ഓപ്പൺ ടു റിസീവ് ദ ഹീലിംഗ് ആൻഡ് നർച്ചറിങ് യു നീഡ്. അതായത് നിങ്ങൾക്ക് ഒരു ഹീലിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് റെഡിയായിരിക്കുക, നിങ്ങളുടെ മനസ്സ് സജ്ജമായിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾക്കൊരു വളർച്ച പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് നോക്കാം. സെക്കൻഡ് കാർഡ് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾക്ക് ഫൈൻഡ് ബാലൻസ് ടു ഇൻ യുവർ ലൈഫ് ടു ബിൽഡ് യുവർ സക്സസ് എന്നാണ്. നിങ്ങൾ ബാലൻസ് കണ്ടെത്തണം, ഒരു സന്തുലിതാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കണ്ടെത്തണം എന്നാണ്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളത് കണ്ടെത്തണം എന്നാണ് പറയുന്നത് ഇന്നത്തെ ദിവസം. മൂന്നാമത്തെ കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. ഇറ്റ് സീംസ് ലൈക്ക് യു ആർ ബ്ലോക്ക്ഡ് ബട്ട് യു വിൽ ടേക്ക് എ സ്റ്റെപ്പ്. എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ് കേട്ടോ. നെഗറ്റീവായി തോന്നുമെങ്കിലും പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് അത് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു തടങ്ങി നിർത്തിയ പോലെയോ മനസ്സ് പിടിച്ചു നിർത്തിയ പോലെയോ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറി പുതിയൊരു കാൽവയ്പ് നിങ്ങൾ വെക്കണമെന്നാണ് യൂണിവേഴ്സ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ എനർജി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് ഇന്ന് തരുന്ന സന്ദേശം കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാവരും നല്ല ഉചിതമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവായിരിക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക, വൈബ്രേഷൻസ് എല്ലാം കറക്റ്റാക്കുക. ഓക്കെ, താങ്ക് യു.